ദി അമേസിംഗ് ലോസ് ഓഫ് കോസ്മിക് മൈൻഡ് പവർ. ഓഥർ ജോസഫ് മർഫി. നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിലെ ആകാശത്തേക്ക് നോക്കി ആ അനന്തമായ നക്ഷത്ര സമൂഹത്തെ നിയന്ത്രിക്കുന്ന ശക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രഹങ്ങളെ അവയുടെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്ന, സൂര്യനെ കത്തിജ്വലിപ്പിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കൃത്യമായ ക്രമത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ മഹത്തായ ബുദ്ധിശക്തി. ആ ശക്തിയെ നമ്മൾ പ്രാപഞ്ചിക മനസ്സെന്ന് വിളിക്കുന്നു. അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാ ശക്തിയുടെയും ഉറവിടവുമാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ആ അനന്തമായ പ്രാപഞ്ചിക മനസ്സിന്റെ ഒരു ചെറുഭാഗം, ഒരു തീപ്പൊരി നിങ്ങളുടെ ഉള്ളിലുമുണ്ട് എന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സാണ് ആ തീപ്പൊരി. അത് നിങ്ങളെ ആ അനന്തബുദ്ധിയുമായും ശക്തിയുമായും ബന്ധിപ്പിക്കുന്നു. ഈ പ്രാപഞ്ചിക മനഃശക്തിയുടെ അത്ഭുതകരമായ നിയമങ്ങൾ മനസ്സിലാക്കി അവയെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ ഇനി ഒരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളൊരു സ്രഷ്ടാവായി മാറുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് രൂപപ്പെടാൻ തുടങ്ങുന്നു. ഈ പ്രാപഞ്ചിക മനഃശക്തിയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നിയമം നിങ്ങളുടെ ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിലുള്ള ബന്ധമാണ്. ബോധമനസ്സ് ഒരു ക്യാപ്റ്റനെ പോലെയാണ്. അത് ദിശ നിശ്ചയിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, കമാൻഡുകൾ നൽകുന്നു. ഉപബോധ മനസ്സ് ഒരു വിശ്വസ്ത നാവികനെ പോലെയാണ്. അത് ക്യാപ്റ്റന്റെ കമാൻഡുകൾ, അവ നല്ലതായാലും ചീത്തയായാലും ചോദ്യം ചെയ്യാതെ നിറവേറ്റുന്നു. നിങ്ങളുടെ ബോധമനസ്സ് ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിച്ചാൽ, ഉപബോധ മനസ്സ് ആ കമാൻഡ് നിറവേറ്റി നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിലനിർത്തുന്നു. ഞാൻ സമ്പന്നനാണ്, വിജയിയാണ് എന്ന് ചിന്തിച്ചാൽ, ഉപബോധ മനസ്സ് നിങ്ങളെ സമ്പത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു. ഈ നിയമം വളരെ ലളിതമാണ്, പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അഗാധവുമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ബോധമനസ്സിന്റെ പ്രബലമായ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. രണ്ടാമത്തെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ്. വിശ്വാസം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച ബോധ്യമാണ്. അതൊരു പ്രതീക്ഷയല്ല, മറിച്ച് ഒരു അറിവാണ്. എനിക്ക് സുഖപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നത് വിശ്വാസമല്ല. ഞാനിപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നു, ഞാൻ ആരോഗ്യവാനാണ് എന്നതാണ് വിശ്വാസം. ഈ വിശ്വാസം നിങ്ങളുടെ വികാരങ്ങളിൽ പ്രതിഫലിക്കണം. നിങ്ങളുടെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷവും കൃതജ്ഞതയും നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. ഈ വികാരമാണ് ഉപബോധ മനസ്സിനെ ചലിപ്പിക്കുന്ന ശക്തി. വികാരത്തിന്റെ തീവ്രത ഫലത്തിന്റെ വേഗത നിർണയിക്കുന്നു. ചെറിയ വിശ്വാസം, ചെറിയ ഫലം. വലിയ വിശ്വാസം, വലിയ ഫലം. അചഞ്ചലമായ വിശ്വാസം, ഉടനടിയുള്ള ഫലം. ഇതാണ് വിശ്വാസത്തിന്റെ ഗണിതം. മൂന്നാമത്തെ നിയമം പ്രതീക്ഷയുടെ നിയമമാണ്. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ നല്ലത് പ്രതീക്ഷിച്ചാൽ നല്ലത് സംഭവിക്കും. നിങ്ങൾ ചീത്ത പ്രതീക്ഷിച്ചാൽ ചീത്ത സംഭവിക്കും. ഇത് ഒരു മാനസിക കാന്തം പോലെയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം ഇന്നെല്ലാം തകരാറാകും എന്ന് പ്രതീക്ഷിച്ചാൽ, നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. പകരം ഇന്ന് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷ നിങ്ങളുടെ ദിവസത്തെ അത്ഭുതകരമാക്കും. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും ഏറ്റവും ഉയർന്ന നന്മ പ്രതീക്ഷിക്കുക. ഈ പ്രതീക്ഷ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനർനിർമ്മിക്കുന്നു. നാലാമത്തെ നിയമം വിട്ടുകൊടുക്കലിന്റെ നിയമമാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം. എങ്ങനെ, എപ്പോൾ എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉപേക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വിത്ത് ഉപബോധ മനസ്സിൽ നട്ടുകഴിഞ്ഞാൽ അതെങ്ങനെ മുളയ്ക്കും, എപ്പോൾ ഫലം നൽകുമെന്നത് ഉപബോധ മനസ്സിന്റെ ജോലിയാണ്, നിങ്ങളുടേതല്ല. നിങ്ങൾ ഇടയ്ക്കിടെ മണ്ണ് മാന്തി വിത്ത് മുളച്ചോ എന്ന് നോക്കിയാൽ നിങ്ങൾ വിത്തിനെ നശിപ്പിക്കും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്ന സംശയം ആഗ്രഹ സാക്ഷാത്കാരത്തെ തടസ്സപ്പെടുത്തുന്നു. വിട്ടുകൊടുക്കുക, വിശ്വസിക്കുക, സമാധാനത്തോടെ കാത്തിരിക്കുക. ഇതാണ് വിട്ടുകൊടുക്കലിന്റെ കല. ഈ കലയിൽ പ്രാവീണ്യം നേടുന്നവർ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അഞ്ചാമത്തെ നിയമം കൃതജ്ഞതയുടെ നിയമമാണ്. കൃതജ്ഞത പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ്. നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ നിങ്ങൾ ഉയർന്ന വിശ്വാസത്തിന്റെ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്റെ രോഗശാന്തിക്ക് നന്ദി, എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് നന്ദി, എന്റെ തികഞ്ഞ ജോലിക്ക് നന്ദി എന്നിങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിനകം സഫലമായതുപോലെ നന്ദി പറയുക. ഈ കൃതജ്ഞതയുടെ വികാരം നിങ്ങളുടെ ഊർജ്ജത്തെ ഉയർത്തുകയും കൂടുതൽ നന്മകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. ഈ ശീലം നിങ്ങളുടെ മനസ്സിനെ കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുന്നു. സമൃദ്ധിയുടെ മനോഭാവമാണ് എല്ലാ വിജയത്തിന്റെയും അടിത്തറ. ഈ പ്രാപഞ്ചിക നിയമങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ബോധമനസ്സിന്റെ വിമർശന ബുദ്ധി കുറവായിരിക്കും. ഉപബോധ മനസ്സ് കൂടുതൽ സ്വീകാര്യവുമായിരിക്കും. ഈ സുവർണാവസരത്തിൽ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സഫലമായതിന്റെ ഒരു ചെറിയ രംഗം നിങ്ങളുടെ ഭാവനയിൽ സൃഷ്ടിക്കുക.
ആ രംഗം നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളാലും അനുഭവിക്കുക. ആ അനുഭവത്തിന്റെ സന്തോഷവും കൃതജ്ഞതയും നിറഞ്ഞ വികാരം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുക. എന്നിട്ട് ആ സുഖകരമായ വികാരത്തിൽ ലയിച്ചുറങ്ങുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. രാവിലെ ഉണരുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയായിരിക്കും, ഒരു പുതിയ ലോകത്തേക്ക് കണ്ണു തുറക്കുന്നവൻ. ഈ അത്ഭുതകരമായ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കാൻ കഴിയും. ആരോഗ്യത്തിന് എന്റെ ശരീരം ദൈവിക ക്രമത്തിൽ പ്രവർത്തിക്കുന്നു, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് സ്ഥിരീകരിക്കുക. സമ്പത്തിന് ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു, പണം എന്റെ ജീവിതത്തിലേക്ക് അനായാസം ഒഴുകുന്നു എന്ന് പ്രഖ്യാപിക്കുക. ബന്ധങ്ങൾക്ക് എന്റെ എല്ലാ ബന്ധങ്ങളും സ്നേഹവും ഐക്യവും നിറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം. അവ വെറും ഉരുവിടലുകളായിരിക്കരുത്. അവയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണ ശക്തിയും ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾക്ക് വഴങ്ങും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എക്കാലവും സ്വപ്നം കണ്ടതിലും മനോഹരമായി മാറും. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിസ്സാര ഭാഗമല്ല, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു പ്രതിരൂപമാണ്. നിങ്ങളുടെ ഉള്ളിൽ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച അതേ ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുക, ആ ശക്തിയിൽ വിശ്വസിക്കുക, ആ ശക്തിയെ ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, നിങ്ങളുടെ ലോകം മാറും. നിങ്ങളുടെ വിശ്വാസം മാറ്റുക, നിങ്ങളുടെ വിധി മാറും. ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. പ്രാപഞ്ചിക മനഃശക്തിയുടെ അത്ഭുത നിയമങ്ങൾ നിങ്ങളുടെ അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ വിജയിക്കും, കാരണം വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ പ്രവർത്തന നിയമങ്ങളെക്കുറിച്ച് ഒരു പുതിയ ഉൾക്കാഴ്ച നൽകിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രചോദനമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷേ നിങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തി മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടേക്കാം. പ്രാപഞ്ചിക ശക്തിയെന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോ ദിനവും അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ. ഓർക്കുക, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പ്രിയപ്പെട്ട സന്താനമാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും അവകാശപ്പെട്ടതാണ്. അത് ഇന്ന് തന്നെ സ്വീകരിക്കൂ.